Wanna love you like we're dreaming, and we'll never stop believing. Wanna ever have this feeling all for you. Oh, I do. Oh. It's like a bluebird with a song. Oh, I can't help but sing along. It's like a river, wild and free. 'Cause I could do anything if you're with me. Wanna love you like we're dreaming, and we'll never stop believing. Wanna ever have this feeling all for you. Oh, I do. Wanna dance like no one's watching. Wanna laugh until we're crying. Wanna love you like nobody's gotten to. Oh, I do. It's like a sunrise that I see. Oh, when I wake, you're all I need. Happy birthday to you. Happy birthday, dear Saki. Happy birthday to you. May God bless you. May God bless you. Wanna love you like we're dreaming, and we'll never stop believing. Wanna ever have this feeling all for you. Oh, I do. Wanna dance like no one's watching. Wanna laugh until we're crying. Wanna love you like nobody's gotten to. Oh, I do. Wanna dance like no one's watching. Wanna laugh until we're crying. Wanna love you like nobody's gotten to. Oh, I do. Yeah.
വിശ്വാസപ്രമാണം ഉൾക്കൊള്ളുന്ന എല്ലാ സത്യങ്ങളും ദൃഢമായി വിശ്വസിക്കുകയും പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്യും. സർവശക്തനായ ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തെയും സൃഷ്ടാവായ പിതാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിലേക്കുള്ള സകല സത്യങ്ങളിലും ഒന്നാണ് വിഗ്രഹമില്ലാത്തവർ പിതാവിനെ നയിച്ചത്. എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവർ ഏകകർത്താവുമായ വിശ്വസിക്കായി ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിലുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്യമാണ്. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എന്നാൽ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. മനുഷ്യരായ നമുക്കും നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് ഇടകൾ സഹിക്കുകയും സ്ലീവായിൽ നിറഞ്ഞിട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിൻ്റെ വലതുഭാഗത്തിൽ മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാൻ വേണ്ടി പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനത്തിനായുള്ള ഏകമാമോദീസായി ശരീരത്തിൽ ഉയർന്നതും നിത്യായുസ്സും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. വിശ്വാസവും സന്മാർഗവും സംബന്ധിച്ച് തിരുസഭ പരമാധികാരമോ സാധാരണ അധികാരമോ ഉപയോഗിച്ച് പഠിപ്പിക്കുന്ന പ്രഖ്യാപിക്കുകയോ ചെയ്തിട്ടുള്ളവയല്ല. പൊതുവായും ഓരോ പ്രത്യേകമായും സഭ പഠിപ്പിക്കുന്ന രീതി ഞാൻ ദൃഢമായി സ്വീകരിച്ച് ആശ്ലേഷിക്കുന്നു. പ്രത്യേകമായി തിരുസഭാ രഹസ്യം, കൂദാശകൾ, ദിവ്യബലി, മാർപ്പാപ്പയുടെ പരമാധികാരം എന്നിവയിലുള്ള എൻ്റെ ദൃഢമായ വിശ്വാസം ഞാൻ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന് എന്നും സ്തുതി ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ നമുക്ക് നമ്മുടെ കയ്യിൽ എത്ര വലിയ ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞാലും, എത്ര പൈസ ഉണ്ടെന്ന് പറഞ്ഞാലും, എത്ര കുടുംബമഹിമയുണ്ടെന്ന് പറഞ്ഞാലും, അത് വിജയിക്കണമെങ്കിൽ ഈ പറയുന്ന സംഗതി മാത്രം മതി. ഇതുകൊണ്ട് നമ്മുടെ അഭിപ്രായം മതിയോ? അഴകോ ആകാരഭംഗിയോ കഴിവോ കാര്യപ്രാപ്തിയോ അങ്ങനെയുള്ള സംഗതി കൂടുതലല്ല. ഇപ്പോൾ നിങ്ങൾ വെക്കാൻ പോകുന്ന സ്റ്റെപ്പിലാണ് നിങ്ങളുടെ വിജയമോ ബാക്കിയുള്ള ഏത് മേഖലയിലും നിങ്ങളുടെ പ്രൊഫഷണൽ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ അനുസരിച്ച് അനുസരിച്ച് സമൂഹത്തിൽ കയറി സമ്പാദിക്കാനുള്ള സാധ്യതകൾ ഒരുപാട് വിജയിക്കാനുള്ള സാധ്യത. പക്ഷേ ഈ ഒരു കാര്യത്തിലാണ് മറുപടി. കാരണം എന്താണ്? ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. വിവാഹ സമയത്ത് രണ്ടുപേരും തമ്മിൽ പരസ്പരം കാര്യങ്ങൾ പുറത്തു പിടിക്കും. ഈ സമയത്ത് മറ്റേ കൈ ചെയ്യും, കൈ കണ്ടാലേ കിട്ടും. കാരണം
സാധാരണ നമ്മൾ പറയുന്നത് ലൈഫ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് തമിഴ്നാടിനെ കുറിച്ച് അറിയാം. കാരണം ഇതുവരെ എങ്ങനെയായിരുന്നുള്ള ഇനി എന്ത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. കാരണം വീട്ടിൻ്റെ പല ഇഷ്ടങ്ങളും ഇതിൽ വേണ്ടെന്നല്ലോ, ഈയുടെ പല ആഗ്രഹങ്ങളും പല കുട്ടികളും വേണ്ടെന്നല്ലോ, ചിലത് കണ്ടില്ല, ചിലത് കേട്ടില്ല, അല്ലെങ്കിൽ അപ്പം അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റോടുകൂടി നമ്മൾ മുമ്പോട്ട് പോകുന്നത് ഏറ്റവും പ്രധാനമാണ്. അപ്പം അതാണ് ശരിക്കും കുടുംബജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തമ്പുരാനിൽ ആശ്രയിച്ച് തമ്പുരാനെ മുന്നോട്ട് മുൻപോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഞാൻ ഇത് പറയുന്നത് അച്ഛൻ കഴിഞ്ഞ 6 വർഷം പ്രീമാരേജ് കോഴ്സ് നടത്തുക. നിങ്ങൾ ടെസ്റ്റിൽ പോയ അതേ സ്ഥലത്ത് അതിനകത്ത് ഞാൻ അപ്പോൾ ഈ 6 വർഷം നിങ്ങളെപ്പോലെ ജോലി വാക്കുന്ന ഒത്തിരി കണ്ടാണ് എൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. തമ്പുരാൻ്റെ പദ്ധതിയാണ്. അനാദികാലം മുതൽ തമ്പുരാൻ നല്ലൊരു പദ്ധതിയുടെ പൂർത്തിയാണ്. അത് രണ്ട് രീതിയിൽ ജനിച്ചും വളർന്നു എന്നുള്ളതിനപ്പുറത്ത് തമ്പുരാൻ കണ്ട ഒരു പദ്ധതിയുടെ പൂർത്തീകരണമായിട്ട് നിങ്ങൾ വിശ്വസിക്കുക. അല്ലാതെ നിങ്ങൾ കഷ്ടപ്പെട്ട് കണ്ടെത്തിയതാണ്, നിങ്ങൾ സ്നേഹിച്ചതാണ്, നിങ്ങൾ അതൊന്നും അല്ല യഥാർത്ഥത്തിൽ. ഇന്ന് നിങ്ങളൊരു പുതിയ ജീവിത പദ്ധതിയിലേക്ക് പ്രവേശിക്കുകയാണ്. പൂർണ്ണമായിട്ട് തമ്പുരാൻ്റെ കരങ്ങളിൽ കൊടുക്കുക, തമ്പുരാനെ മുഴുവപ്പെടുത്തുക. ആ ഒരു വിശ്വാസം തിരിച്ചതയിൽ നോക്കുക. എല്ലാ കാര്യങ്ങളും മനോഹരമായിട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. സാധാരണ വിവാഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ എൻ്റെ പ്രീമാരേജുകളോട് പറഞ്ഞു വിടാറുണ്ടായിരുന്നു. ഇഷ്ടത്തിൽ തുടങ്ങി സ്നേഹത്തിൽ വളർന്ന് വേർപിരിയാൻ പറ്റാത്ത അവസ്ഥയാണ് വിവാഹം. രണ്ടും ഇഷ്ടപ്പെട്ടു, ഓക്കെ, സംഗതി മുമ്പോട്ട് പോകുന്നു. ഈ ഇഷ്ടം എപ്പോഴും പോകാമായിരുന്നു. ഇഷ്ടം സ്നേഹമൊക്കെ വ്യത്യാസമുണ്ട് ഉണ്ടോ? കർമ്മമാണെന്ന് പറയാം. ഇഷ്ടം സ്നേഹം തമ്മിൽ വ്യത്യാസമുണ്ട് ഉണ്ടോ? നിങ്ങൾ പറയണം വ്യത്യാസമുണ്ട്. ഇഷ്ടത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എപ്പോൾ വേണം പോവാം, എപ്പോൾ വേണം പോവാം. പക്ഷേ അതിൻ്റെ ഗാഡി സൂപ്പറാണ്, മീശ സൂപ്പറാണ്, അതിൻ്റെ നല്ല മുടിയുണ്ട്, നല്ല ജോലിയുണ്ട്. മീശ എപ്പോഴും പോലോ, ഗാഡി എപ്പോഴും പോവാം, സൗന്ദര്യം എപ്പോഴും കാർ എപ്പോഴും പോവാം, ജോലി എപ്പോഴും പോവാം. അപ്പോൾ ഈ എന്ത് കാരണം കൊണ്ടാണോ ഇഷ്ടം വന്നേക്കാൻ ആ സാധനം പോയി കഴിയുമ്പോൾ ഇഷ്ടം പോകും. പക്ഷെ സ്നേഹം എന്ന് പറയുന്ന അങ്ങനെയാണ്. അത് ഏതവസ്ഥയും ഒരുപോലെ നിലനിൽക്കുന്നു, മുമ്പോട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം ഒരു കാരണവശാലും നിങ്ങൾ മറന്നു പോകരുത്. ഇഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് മാറണം, സ്നേഹത്തിലേക്ക് എത്തണം. അവിടെയാണ് വിട്ടുവീഴ്ചകളും പരസ്പരമുള്ള മനസ്സിലാക്കലുകളും ഒക്കെ നടക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ദൈവാനുഗ്രഹവും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കാരണം ഇനി മുതൽ ഈ ഇടവാങ്ങമാണ്. അപ്പോൾ അതുകൊണ്ട് വിചാരിച്ചതിൽ ഞാൻ കാര്യങ്ങൾ പറയണമല്ലോ. അതുകൊണ്ട് ഏറ്റവും മനോഹരമായിട്ട് പോകട്ടെ, ഏറ്റവും ഭംഗിയായിട്ട് പോകട്ടെ. പിന്നെ സാധാരണ ഞാൻ ഈ മാതാപിതാക്കന്മാരോട് കൂടി ഒരു കാര്യം പറയാറുണ്ട്. കാരണം ഇനി നിങ്ങളോട് സംസാരിക്കാൻ എനിക്കൊരു അവസരം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴേ തന്നെ ഇത് പറയുന്നത്. ഈ മാതാപിതാക്കന്മാരോട് പറയുന്നത്, ഈ കെട്ടുകല്യാണത്തിൻ്റെ സമയത്ത് സുവിശേഷം വായിക്കുമ്പോൾ അതിനകത്ത് അവസാനത്തെ വാചകം ഇങ്ങനെയാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്: ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ, കേട്ടിട്ടുണ്ടോ? ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കും. ഇതും ഞാൻ കഴിഞ്ഞ 6 വർഷത്തെ എൻ്റെ എക്സ്പീരിയൻസിൽ വെളിച്ചത്തിൽ പറയുന്നതാണ്. ഈ പല കുടുംബ പ്രശ്നങ്ങളും ഈ 6 വർഷത്തിലേക്ക് കൈകാര്യം ചെയ്യും. ഇതിനകത്ത് 100 പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് 95 പ്രശ്നവും ഈ പറയുന്ന ചെറുക്കനും പെണ്ണും തമ്മിൽ ഒരു കുഴപ്പമില്ല. പിന്നെ ആർക്കാ കുഴപ്പം? ആർക്കത് മനസ്സിലായിട്ടോ? അവിടെ ഇരിക്കുന്നുണ്ട്. ആർക്കായിരിക്കും കുഴപ്പം? അതെ, അതൊരു വലിയ പ്രശ്നം. അത് വേറൊന്നും നിങ്ങൾ പ്രശ്നക്കാരായതൊന്നുമല്ല, ഒരു പ്രശ്നക്കാരും ആയതുകൊണ്ടല്ല. എൻ്റെ കൊച്ച്, എൻ്റെ മോന്, എൻ്റെ മോള് നമ്മൾ ഇത്രയും കാലം വളർത്തിക്കൊണ്ട് പോകും. തമ്പുരാൻ നമ്മളെ ഏൽപ്പിച്ചു, നമ്മൾ ഇത്രയും വളർത്തി വലുതാക്കി. ഇനി അവരുടെ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ അവരെ വിട്ടേക്കുക. ഇനി അവർ ജീവിക്കട്ടെ. അപ്പോൾ എനിക്ക് ഒറ്റ കാര്യം നിങ്ങളോട് പറയാനുള്ളൂ. ഇനി ഇവരുടെ വിവാഹത്തിന് ശേഷം നിങ്ങൾ ഇവരുടെ മുമ്പിൽ നിൽക്കരുത്, ഇവരുടെ വശങ്ങളിൽ നിൽക്കരുത്, ഇവരുടെ മുകളിൽ നിൽക്കരുത്, പുറകെ നിൽക്കരുത്. എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ മാത്രം ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അവർ ജീവിക്കട്ടെ. രണ്ടുപേർക്കും പ്രായപൂർത്തിയായി ജീവിക്കാനുള്ള ഒരു പ്രാണിയായെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണല്ലോ നമ്മൾ കെട്ടിച്ചയക്കുന്നത്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ പണ്ട് ഫോൺ വിളിച്ചുകൊണ്ടിരുന്നാലും ഫോൺ വിളിക്കണം നിർബന്ധമില്ല. പണ്ട് മോള് വിളിച്ചുകൊണ്ടിരുന്നാലും വിളിക്കണം നിർബന്ധമില്ല. ഓടി വരണം നിർബന്ധമില്ല. അപ്പോൾ നീ ഇങ്ങനെ അല്ലായിരുന്നല്ലോ പണ്ട്, നീ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, ഇതൊന്നും വേണ്ടാന്ന് നമുക്ക് പേടിപ്പിക്കണമല്ലോ. സംഗതി അതിൻ്റെ വഴിക്കങ്ങ് വിട്ടേക്കുക. അവർ ജീവിക്കട്ടെ, സന്തോഷമായിട്ട് പോകട്ടെ. മക്കൾ എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ നമ്മൾ റെഡിയായിട്ട് നിൽക്കുക, ആരും മനസ്സിലാക്കുക. അപ്പം അങ്ങനെ വരുമ്പോൾ അതാണ് എപ്പോഴും സന്തോഷം. അതാണ് നിങ്ങൾക്കും സന്തോഷം, അതാണ് ഇവർക്കും സന്തോഷം. അതാണ് ഈ ഒരു
മക്കൾ മാതാപിതാക്കൾ ബന്ധം എന്നും നിലനിൽക്കാനും ഏറ്റവും നല്ലത് അതാണ്. അപ്പോൾ അതുകൊണ്ട് വചനം പറഞ്ഞത് ഓർത്തോളം. ആകയാൽ ദൈവം യോജിപ്പിച്ചത് നമ്മുടെ ഇടപെടലുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാകും. മനുഷ്യൻ ഏർപ്പെടുന്നത് നമ്മളെ കുറിച്ച് പറയും. അപ്പോൾ അതുകൊണ്ട് അവർ ജീവിക്കട്ടെ, അവിടെ സ്വാതന്ത്ര്യം വരും. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ മോർ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. മറന്നു പോകുന്നത് ഫ്രീഡം വിത്ത് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ നാളെ അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് അപ്പനെ പോലെ അമ്മയെ പോലെ അപ്പനെ പോലെ അമ്മയെ പോലെയും നിങ്ങളും ആയി വരേണ്ടവരാണ് എന്ന ബോധ്യത്തോടെ നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നമുക്ക് ഒരുമിച്ച് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തമ്പുരാൻ്റെ ഇടപെടൽ അവർക്ക് ലഭിക്കാനായിട്ട്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും ഇപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടന്നും പാപങ്ങളും ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് ഞങ്ങളെ രക്ഷിക്കണം. എന്തുകൊണ്ടുള്ളതാ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനങ്ങളോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ആദി മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സ്നേഹകൂട്ടായ്മയ്ക്ക് മനുഷ്യമായ ഒരുത്തമേ യോജിപ്പിക്കുകയും ചെയ്തങ്ങി ഞങ്ങൾ സ്നേഹിക്കുന്നു. പൂർവ്വപിതാവായ ഇസ്ഹാക്കിനെയും അവന്റെ ജീവിത പങ്കാളിയാകാൻ തെരഞ്ഞെടുക്കായി അനുഗ്രഹിച്ച കർത്താവേ, വിവാഹ വാഗ്ദാനത്തിനായതിനു മുമ്പിൽ അണഞ്ഞിരിക്കുന്ന ഈ ദാസ് സ്വന്തം മനസ്സോടും സന്തോഷത്തോടും കൂടി വിവാഹ വാഗ്ദാനം നടത്തുവാൻ അനുഗ്രഹിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. കർത്താവ് നല്ലവനാണ്, നിങ്ങൾ അനുഭവിച്ചറിയും. ഇസ്ഹാക്കിന് ഭാര്യയെ കണ്ടെത്താൻ വഴിയൊരുക്കി കർത്താവ് വിവാഹ വാഗ്ദാനം അണഞ്ഞിരിക്കുന്ന ഈ ദാസനെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ധനികരുടെ ദരിദ്രരാകാം ഉണ്ടാവുകയില്ല. ജീവിതത്തിനായി താമസിക്കുകയും ചെയ്തു. നഗരത്തിലുണ്ടാകുന്ന നന്മ ചെയ്യുകയും സമാധാനം തേടി അതിനെ പിന്തുടരുകയും ഭാര്യയെ കണ്ടെത്താൻ വഴിയൊരുക്കി കർത്താവ് വിവാഹ വാഗ്ദാനം നടത്തിയിരിക്കുന്ന ഈ ദാസനെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളുമായ അനുസരത്തിന്റെ നാമം പരിശുദ്ധാത്മാവായ സർവേശ്വര സർവാത്മനാം കർത്താവേ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർത്തുന്നവരും ആത്മാക്കളെ രക്ഷിക്കുന്നവരും ജീവിതത്തിൽ പരിപാലിക്കുന്നവരുമാകുന്നു. ഞങ്ങളെപ്പോഴും നമുക്ക് സ്തുതിയും പ്രതിയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകും. സകലത്തിന്റെയും നാഥായി നീക്കും. ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തുകയും പരിപാവനാം സർവേശ പരിപാവനാം പരിപാവനാം അമർത്യനേ കാരുണ്യം ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവങ്ങളുടെ ജീവിതായവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്ന അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും സർവരക്ഷയും ഞങ്ങൾ പരമണിക്കുന്നു. നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്ന ഞങ്ങളുടെ കാരണത്താൽ അനുഗ്രഹത്താൽ ഞങ്ങളെ സഹായിക്കണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ലോകത്തിന്റെയും പ്രകാശവും സകലത്തിന്റെയും ജീവനുമായ വിഷയമായി ഞങ്ങളുടെ പക്കലേക്ക് ചെറുത കാര്യത്തിൽ നീക്കും. സ്തുതി. സമാധാനം നിങ്ങളോടുകൂടെ. അറിയിച്ചുടെ പരിശുദ്ധ സുവിശേഷം. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്നു. എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് ഞാൻ അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങളും എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്.
ഇതാകുന്നു എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും കൂടെ വാഗ്ദാനങ്ങളുടെ യോഗ്യ നിൽക്കുന്ന ദാസരുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ദാസരുടെ മേൽ കരുണയുണ്ടാകണമേ. വാഗ്ദാനം ചെയ്യുന്ന ദാസരെ ആശീർവദിക്കുകയും ഇവർ ചെയ്യുന്ന വാഗ്ദാനം അനുസരിച്ച് വാഗ്ദാനമുള്ള കൃപ ഇവർക്ക് നൽകുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദാസരുടെ മേൽ കരുണയുണ്ടാകണമേ. ക്രൈസ്തവ വിശ്വാസത്തിലും ഉദ്ദേശിച്ചതിലും അധിഷ്ഠിതമായി നയിക്കുവാൻ ഇവരെ സജ്ജരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദാസരുടെ മേൽ കരുണയുണ്ടാകണമേ. കുടുംബജീവിതത്തിന്റെ കടമ മനസ്സിലാക്കി ഉപദേശിക്കുവാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദാസരുടെ മേൽ കരുണയുണ്ടാകണമേ. ഉദാശ ദമ്പതികൾ തമ്മിലും ദൈവവുമായി നടത്തുന്ന ഉടമ്പടിയും മരണം വരെ നിലനിൽക്കുന്ന ബന്ധവുമാണെന്ന ബോധ്യത്തോടെ അത് സ്വീകരിക്കുവാൻ ഈ ദാസരെ ഒരുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദാസരുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാമോദരത്തെ പിതാവിനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹ വാഗ്ദാനം ചെയ്യുവാനായി തിരുമുമ്പിൽ അണഞ്ഞിരിക്കുന്ന അങ്ങയുടെ ദാസരുടെ മേൽ കരുണയുണ്ടാകണമേ. ഇവരുടെ വാഗ്ദാനം ബുദ്ധിയാക്കുവാനും അങ്ങേക്ക് പ്രതികരമായ ജീവൻ നയിക്കുവാനും വേണ്ട അനുഗ്രഹം നൽകണമേ. ഇവരെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും സ്നേഹത്തിലും ഐക്യത്തിലും കാത്തു സംരക്ഷിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ശരിയായ അറിവോടും സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി മാത്രമേ വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെടാൻ പാടുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. നിങ്ങളുടെ വിവാഹ നിശ്ചയം പരസ്യമായി പ്രഖ്യാപിക്കാനുള്ള അവസരം തിരുസഭ ഈ സമയം നിങ്ങൾക്ക് നൽകുകയാണ്. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹം എന്ന കുദാശയിലൂടെ നീയെ നിന്റെ ഭാര്യയായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹം എന്ന കുദാശയിലൂടെ എഡ്വിനെ നിന്റെ ഭർത്താവായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. ഈ വിവാഹ വാഗ്ദാനത്തിന് നിങ്ങൾ സാക്ഷികളാണ്. വിവാഹ വാഗ്ദാനം നടത്തിയ എഡ്വിനെയും നീയും മിശിഹ അനുഗ്രഹിച്ച് ആശീർവദിക്കുകയും ഈ വാഗ്ദാനം പൂർത്തിയാക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. Abraham
पास होता है एहसास होता है। दूर हो के भी हर लम्हा तू मेरे पास होता है, मेरे पास होता है।